ഞാൻ എന്താ ഇയാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ടതെന്നറിയോ? അവൻ എന്താണ് സംഭവിച്ചെന്നറിയാൻ അവനെ അന്വേഷിച്ച് അവിടുന്ന് ഇവിടം വരെ താൻ ഒറ്റയ്ക്ക് വന്നില്ലേ? അപ്പം തന്നെപ്പോലെ ഒരാളോട് അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് താൻ കണ്ടുപിടിക്കണം. എങ്കിലേ തനിക്കൊരു ക്ലോഷർ ഉണ്ടാവും. ഇല്ലെങ്കിലേ അതെപ്പോഴും ഇങ്ങനെ ഒരു പെയിനായിട്ട് തൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അത് വേണ്ട. അതുകൊണ്ട് സിജിൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. താനോട് ചോദിച്ചില്ലേ ഞാനെന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തതെന്ന്? റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ തന്നെക്കാൾ അൺലക്കിയാടോ ഞാൻ. ഇതിനു മുമ്പ് ഒരുപാട് ബ്രേക്കപ്സ് ഉണ്ടായിരുന്നു. എപ്പോൾ ഒരുത്തേ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു അപ്പോൾ ബ്രേക്കപ്പ് ആവും. പിന്നെ കുറേ നേരം ഇരുന്ന് കരയും. അപ്പം ശരിയോ? ഇപ്പോൾ അത് ശീലമായി. കല്യാണമൊന്നും വേണ്ടാന്ന് വിചാരിച്ചതാ. പിന്നെ അമ്മയ്ക്ക് വയ്യ. അമ്മയുടെ കുറേ കാലത്തെ ആഗ്രഹം എന്നെ ഒന്ന് കല്യാണം കഴിച്ചതാണെന്ന്. അങ്ങനെ അമ്മ വഴിയാ ഐശ്വര്യൊക്കെ പരിചയപ്പെട്ടത്. ഇത്തവണ ഓക്കെയാന്ന് വിചാരിച്ചാന്നേ അതിപ്പോ ഇങ്ങനായി. അമ്പലത്തിലെ മണിയല്ല, നേരത്തെ മണിയാ. ഇവിടുത്തെ ആൻസിസ്റ്റർ ക്ലോക്ക്. അല്ല ദൈവമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോ ഉണ്ടെങ്കിലോ. ചേട്ടനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആണല്ലേ? നന്നായി. അല്ല തനിക്ക് ഡ്രസ്സ് മാറണ്ടേ? ആ ഒരു മിനിറ്റ് പോരാ. ഈ സമയത്ത് സിദ്ധു ആ എടുക്ക്. ആ ലൗഡ് സ്പീക്കറില്. സിദ്ധു അല്ലേ? ഞാൻ കട്ട് ചെയ്യണോ? ഇല്ല സ്പീക്കറില്. സിദ്ധു. ആളിയാ ഞാനാ. എടാ ഞാൻ ഉറങ്ങിയടാ. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ട്. അവനിപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലേ? ഇല്ല, ക്ലിയർ അല്ലേ? അല്ല, അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന്. ഞാൻ കേട്ടില്ല. അത് സംശയമുള്ളതുകൊണ്ടാണ്. അവ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് അവന്റെ കൂടെ പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഫോൺ കട്ട് ചെയ്തത്? അല്ല, അവൻ പറഞ്ഞ ക്ലിയർ അല്ലായിരുന്നു. വീണ്ടും വിളിക്കുന്ന. എഴുതിക്ക്, എടുക്ക്. അവൻ നിർത്തത്തില്ല. നീ വിളിക്കുന്ന. എടുക്ക് ലൗഡ് സ്പീക്കർ. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആ അളിയാ കട്ടായി. എൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടെന്ന്. നിന്റെ കൂടെ പെങ്കൊച്ചുണ്ടെങ്കിൽ നീ കൊണ്ടുപോടാ. കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ദിവ്യ തെറ്റിദ്ധരിക്കല്ലേ? ഇതങ്ങനെയല്ല. ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടൊരു കുട്ടിയാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡ് പലയിടത്തും എനിക്ക് പല പെണ്ണുങ്ങളും കിട്ടും. അതിനൊന്നും എന്റെ ഭർത്താവിനെ കൂട്ടി വിളിക്കരുത് കേട്ടോ. അയ്യോ ഇതങ്ങനെയല്ല. ഞാനൊരു ഹെൽപ്പിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്ത് ഹെൽപ്പിനാണെങ്കിലും അല്ല ഞാൻ എന്റെ പൊന്നു ചേച്ചി ഒരാൾക്ക് പറയാൻ അങ്ങോട്ട് കേക്ക്. എന്നിട്ട് ഇങ്ങോട്ട് പറ. 3 വർഷമായിട്ട് പ്രേമിച്ചോടെ കല്യാണ ചക്ക മുങ്ങി. അവനൊരു ചെക്കൻ തപ്പി ഇറങ്ങിയ ഞാൻ. അവനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ചേട്ടനെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. അതാണ് സംഭവം. പറ്റും എങ്ങനെ ഹെൽപ്പ് ചെയ്. ഇല്ലെങ്കിൽ കാണിക്കും. പിടി. ഹലോ. മോശമായി പോയല്ലേ? ഈയിടെയായിട്ട് സംശയം കുറച്ച് കൂടുന്നുണ്ട്. വേണമെങ്കിൽ തുറന്നു കൊടുക്കാല്ലേ? കളഞ്ഞു. ഇവിടെ
സാരിയുടെ ഗംഭീര കളക്ഷനാണ്. ടസ സിൽക്കൊക്കെ ഇട്ട് നന്നായി ചേരും അല്ലേടാ? ഈ അർദ്ധരാത്രി ഇടാനോ? ഇവിടെ ആരും കല്യാണത്തിനൊന്നും പോകുന്നില്ല. കാഷ്വൽസ് മതി. കാഷ്വൽസ് മതിയോ? ആ കാഷ്വൽസ്. അതാ അവിടെ അപ്പുറത്ത്. അല്ല അപ്പുറത്ത്. ഇവിടെ വൻ ഷോറൂമാണ്. സിൽക്ക്, ടസ സിൽക്ക്, കോട്ട്, ജൂട്ട്, അല്ല എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കാഷ്വൽ മതി. കാഷ്വൽസ് മതിയോ? കാഷ്വൽസ് അപ്പുറത്താണ്. ദാ ഇവിടെയാണെങ്കിൽ ലെഹങ്ക അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കളർഫുൾ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എടാ നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ല. ഈ കുട്ടിക്ക് ഈ ഗൗൺ ഒന്ന് മാറണം, അത്രേ ഉള്ളൂ. ആ ദാ ഉഗ്രം ഗൗൺ ഇരിക്കണ്. മാറാം. കാഷ്വൽസ് മതി. മതിയോ? ആ മതി. മതിയെങ്കിൽ മതി. ആ കാണുന്ന മുഴുവൻ കാഷ്വൽസ് ആണ്. സ്വന്തം കട പോലെ ഫുൾ അരിച്ചു പെറുക്കി വാങ്ങിച്ചു. ഓക്കെ. ഇവിടെ എടുക്കേണ്ട ബില്ലൊക്കെ നീ തരുമല്ലോ അല്ലേ? സ്വന്തം കട പോലെ കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ലല്ലേ? അവളി എടുക്കണ മുഴുവൻ ലേയും ബി പി ഒക്കെ ആണ്. ലേയും പി പി അല്ല, ലീയും പെപ്പയും. ആദ്യം വിൽക്കുന്ന സാധനങ്ങളുടെ പേര് കറക്റ്റായിട്ട് പഠിക്കും കേട്ടോ. അതിന് ഞാൻ സാരി സെഗ്മെന്റിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വെറുതെ അല്ല ദിവ്യ നിന്നെ എടുത്തിട്ട് ഉരുട്ടുന്നത്. സാരി സെഗ്മെന്റ് വില കൂടിയ മറ്റേ സാധനം എടുക്കണേ. ഒരു ഡ്രസ്സല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. തന്നാ മതി. അതെ, ഈ ട്രയൽ റൂം എവിടെയായിരുന്നു? ഇതാ ഇവിടെ. ആ കഥ അങ്ങ് തള്ളി തുറന്നാ മതി. വയറുണ്ടാ? ഹുക്കൊന്ന് അയച്ചു. ഓ മറിയുന്നേ. അതൊന്ന് ഞെക്കി. എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. നീ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല. ആദ്യമായിട്ടാണോ കാണുന്നത്? ആ ശരിക്കും?